ഒരു ഇഫ്താർ സ്പെഷ്യൽ പുതുപുത്തൻ പലഹാരം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് ചിക്കൻ ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വലിയ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും നമുക്ക് ഇതുപോലെ ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനും കൂടി ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് തന്നെ കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയും കൂടി കുറച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ഒണിയനിലേക്ക് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. ഇനിയൊരു ബൗളിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇത് ചെറിയ ചൂടോടുകൂടി തന്നെ കൈകൊണ്ട് ഇതുപോലെ വീണ്ടും ഒന്ന് കുഴച്ച് നല്ല ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നത് പോലെ ഒരു പിടി എടുത്തിട്ട് ഒരു വാഴയിലയിൽ നമ്മളിത് വെച്ച് നന്നായിട്ടൊന്ന് വട്ടത്തിനൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഒരു ഭാഗത്തേക്ക് നിരത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ ചെയ്തെടുത്തേ. ഇന്നൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പലഹാരം വെച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇലയെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു പലഹാരമാണ് ഈ പുതുപുത്തൻ പലഹാരം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൽ നിറയെ ഫില്ലിങ്സ് വെച്ചിരിക്കുന്നത് കൊണ്ട് കടിച്ച് തിന്നാൻ വളരെ ടേസ്റ്റിയാണ്. കൂടെ നമുക്ക് ആ ചിക്കനൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത് ക്യാരറ്റും ഒണിയനും ചിക്കനും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ മധുരവും ചെറിയ എരിവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ.